ഹലോ വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു സ്പെഷ്യലായ ഒരു ബ്രെയ്ഡഡ് ചിക്കൻ പിസ്സയുടെ ബ്രെഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സോഫ്റ്റാണ്, നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം ഇതിനായിട്ട് വേണ്ടി ഞാനൊരു ഈസ്റ്റ് മിക്സ്ചർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഈസ്റ്റിൽ നമുക്കൊരു 3 ടേബിൾ സ്പൂണ് ചൂടാറിയ പാൽ. അപ്പോൾ ഒത്തിരി ആറിയതല്ല, കുറച്ച് ചൂടെങ്കിലും വേണം, അങ്ങനത്തെ ചൂടാറിയ പാലും അതിലോട്ട് 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് എങ്കിലും നമുക്കൊന്ന് മാറ്റി വെക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇത്തിരിയെങ്കിലും ചൂട് വേണം പാലിന്. ഓക്കെ, ഇനി നമുക്ക് ഒരു ബൗളെടുത്തിട്ട് അതിലോട്ടൊരു 2 കപ്പ് മൈദ. 2 കപ്പ് മൈദ എന്ന് പറയുമ്പോൾ ഒരു 250 ഗ്രാമെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ മൈദയിൽ നമുക്കൊരു 1 ടീസ്പൂണ് ഉപ്പ് എങ്കിലും ആഡ് ചെയ്യണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 ടീസ്പൂണ് ആഡ് ചെയ്യാം നമുക്ക് ഉപ്പ്. ഇനിയിപ്പോൾ നമ്മൾ ബട്ടർ, ഇപ്പോൾ എടുക്കാൻ പോകുന്ന ബട്ടർ ഉപ്പുള്ള ബട്ടർ ആണെങ്കിൽ, സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ നമുക്ക് ഇത്രയും ഉപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 2 മുട്ട, അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ട വരുത്, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആയിരിക്കണം. അപ്പോൾ 2 മുട്ടയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് എന്ത് ചെയ്യുക, നമുക്ക് നേരത്തെ 5 മിനിറ്റ് മാറ്റി വെച്ച ഈസ്റ്റ് മിക്സ്ചറില്ലേ അതും കൂടി നമുക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് പാലും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ പാല് ഞാനിവിടെ 120 ml ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചൂടാറിയ പാലാണ്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് വീണ്ടും മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബട്ടറാണ്. അപ്പോൾ ബട്ടർ ഞാനിവിടെ 3 ടേബിൾ സ്പൂണ് ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അൺസോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ടാണ് ഞാനിവിടെ 1 ടീസ്പൂണ് ഉപ്പിട്ടത്. ഇപ്പോൾ സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ 1/2 ടീസ്പൂണോളം ഉപ്പിട്ടാൽ മാത്രം മതി, അല്ലെങ്കിൽ ഉപ്പിൻ്റെ അംശം കുറച്ച് കൂടിപ്പോവും. ഇനി ഒരു 10-15 മിനിറ്റെങ്കിലും നന്നായി ഒന്ന് കുഴച്ചിട്ട് നമ്മളുടെ മാവ് എടുത്ത് വെക്കാം. അപ്പോൾ മാവ് എടുത്ത് വെക്കുമ്പോൾ നമുക്കിതൊന്ന് നന്നായി ഒരു നനഞ്ഞ തുണി എടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ട് നന്നായി പൊങ്ങണ വരെ ഒരു 20 മിനിറ്റ് ആകുമ്പോൾ നന്നായി പൊങ്ങി വരും നമ്മളെ മാവ്. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. അപ്പോൾ ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് കുരുമുളക്, ഇനി 2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, നമ്മളെ വറ്റൽ മുളക് പൊടിച്ചത്, പിന്നെ കുറച്ച് ഒറിഗാനോ. അപ്പോൾ ഇതെല്ലാതും പിസ്സയുടെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഒറിഗാനോ ഒക്കെ ആഡ് ചെയ്യണത്. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് മുളക് പൊടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എരിവ് അനുസരിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് 2 ടീസ്പൂണ് ഹങ് യോഗേർട്ട്, നല്ല കട്ട തൈര് കിട്ടും. അപ്പോൾ കട്ട തൈരും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഒന്ന് ടേസ്റ്റ് നോക്കുക, നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാണോ എരിവ് കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാൻ. ഒരു 15 മിനിറ്റോളം ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഏകദേശം മാരിനേറ്റായി വന്നപ്പോൾ ഞാൻ ഇതേപോലെ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ പൊരിക്കാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ഫ്രൈങ് പാനിൽ ഒരു 4 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ മതി. അപ്പോൾ ഇതും ഈ 2 ഓയിലാണ് കേട്ടോ ഓപ്ഷണലായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചിക്കനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാനേ. ഈ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പൗഡർ നമുക്ക് ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂണൊക്കെ ഒരു ഗാർലിക് പൗഡറും കൂടി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സോസ് റെഡിയാക്കാം. അപ്പോൾ സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സെയിം പാനിൽ തന്നെ 1 ടേബിൾ സ്പൂണ് കുറച്ചും കൂടിയും ഞാൻ ഓയിൽ ആഡ് ചെയ്തിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ കേട്ടോ, കുറച്ച് മതി, 1 ടീസ്പൂണ് ഗാർലിക്ക് ഇതേപോലെ ഒന്ന് നന്നായി ഒന്ന് ചോപ്പ് ചെയ്തിട്ടെടുക്കാം. നല്ലോണം ചോപ്പ് ചെയ്തിട്ടെടുക്കണം. ഇതിലോട്ട് ഞാൻ 2 ടൊമാറ്റോ ഒരു മീഡിയം സൈസുള്ള 2 ടൊമാറ്റോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായി ഗ്രൈൻഡറിലിട്ടിട്ട് അടിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് അതിൻ്റെ സ്മെല്ലൊന്ന് പോണ വരെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് എന്താ പറയുക ഇതേപോലെ ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ച മണം പോയതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടിയും ആഡ് ചെയ്യാം.
ഇതിലോട്ട് നമുക്ക് ഒറിഗാനും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമ്മളെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ തന്നെ നമ്മളൊരു 10-20 മിനിറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ മാവൊക്കെ നന്നായി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് നന്നായി ഒന്ന് കുഴച്ചിട്ട് ഒരു 4 ബോൾസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ബ്രെഡ് നമ്മൾ മെടഞ്ഞിട്ടാണ് ചെയ്യുന്നത്, എന്ന് പറഞ്ഞാൽ ബ്രെയ്ഡഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാവ് ഇതുപോലെ നല്ല നീളത്തിൽ വേണം നമ്മൾ ആദ്യം പരത്തി വെക്കേണ്ടത്. അപ്പോൾ 3 എണ്ണം നമുക്ക് വേണം കേട്ടോ. എന്നിട്ട് ആദ്യം നമുക്ക് ഈ സോസ് ഒന്ന് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ മാവ് ഏകദേശം ഒന്ന് ഇത്തിരിയെങ്കിലും കട്ടി വേണം, ഒരുപാട് നേരിയതാവരുത്, ഒരു ഇത്തിരിയെങ്കിലും കട്ടി വേണം നമ്മൾ ഈ ഷീറ്റുകളൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ട് ഇതേപോലെ ഈ 3 എണ്ണത്തിലും ആദ്യം നമുക്ക് സോസ് ഒന്ന് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വെക്കാം. അങ്ങനെ കണ്ടോ, നമ്മൾ പിസ്സ സോസ് ഇവിടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിസ്സ സോസ് നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാനുള്ളതേ ഉള്ളൂ. ഇനിയിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ളതേ ഉള്ളൂ. എന്നിട്ട് നമുക്കിതിലോട്ട് മോസില്ല ചീസാണ് നമ്മളിതിൽ ആഡ് ചെയ്യണത്. അപ്പോൾ മോസില്ല ചീസ് ഇട്ടാലാണ് അതിൻ്റേതായൊരു എന്താ പറയുക നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതേപോലെ നമ്മളിഷ്ടം പോലെ നമുക്ക് ചീസ് ആഡ് ചെയ്യാം. ഒരുപാട് ചീസ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി കൂടുതൽ ചീസ് ആഡ് ചെയ്യാം. ഇത് ഏകദേശം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത്ര ഇടുമ്പോൾ തന്നെ നല്ല ചീസി ആയിട്ട് തന്നെ കിട്ടുന്നതുണ്ടായിരുന്നു. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിൽ അതും കൂടി നമുക്കിതിലോട്ട് മേലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് ചിക്കൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോപ്പറിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിത് ഒന്നും കൂടിയും ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ 3 എണ്ണത്തിലും ഫില്ലിങ്സ് റെഡി ആയതിനു ശേഷം നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത് എന്താ കണ്ടോ, ഈ 2 എൻഡ് പോർഷൻ എടുത്തിട്ട് ഇതുപോലെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും വേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ ഓരോന്നും നമുക്ക് ഇതേപോലെ ഒന്ന് ജോയിൻ്റ് ആക്കി വെക്കാം. ജോയിൻ്റ് ചെയ്യുമ്പോൾ നന്നായി ഒന്ന് നോക്കുക അത് നന്നായി പ്രസ്സായിട്ടുണ്ടോയെന്ന്. അപ്പോഴേ ഇതിലത്തെ ഫില്ലിങ്സൊക്കെ നമ്മൾ ഓവനിൽ വെക്കുമ്പോൾ ചൂടാവുമ്പോൾ നമ്മൾ എന്താ പറയുക ചീസൊക്കെ പുറത്ത് ചാടും. അപ്പോൾ അതുകൊണ്ടാണ് നന്നായി ഒന്ന് പ്രസ് ചെയ്യണമെന്ന് പറയണത്. എന്നിട്ട് ഇതേപോലെ ഈ ടോപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഈ 3 നന്നായി അറ്റാച്ച് ആക്കിയിട്ട് വേണം ഒന്ന് മെടഞ്ഞെടുക്കാൻ. അപ്പോൾ മെടഞ്ഞെടുക്കാൻ നല്ല ടഫായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പിലൊക്കെ ആക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ മെടഞ്ഞെടുക്കുമ്പോൾ അതിൻ്റേതായൊരു ഭംഗിയുണ്ട് കാണാൻ. കുറച്ച് ബുദ്ധിമുട്ടാണ് മെടഞ്ഞെടുക്കാൻ, കുറച്ച് സമയമൊക്കെ എടുത്തു നമ്മളൊന്ന് മെടഞ്ഞെടുക്കാൻ, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അവസാനം കാണാൻ. ഇനി നമുക്ക് ലാസ്റ്റ് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു 5 മിനിറ്റ് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ഇത്തിരിയും കൂടി ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ആ ടൈമിൽ നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 2 മുട്ട, ഇതുപോലെ 2 മുട്ട റൂം ടെമ്പറേച്ചറിൽ വെച്ച മുട്ടയാണ്, അതൊന്ന് പൊട്ടിച്ചിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. നമുക്ക് വെറുതെ ഒരു സ്പൂണോ ബ്രഷ് എടുത്തിട്ടൊന്ന് വെറുതെ ഒന്ന് വിസ്ക് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. അല്ലാണ്ട് വെറുതെ ഒന്ന് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വിസ്ക് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. അപ്പോൾ തന്നെ നമ്മൾ മുട്ടയുടെ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 5 മിനിറ്റിന് ശേഷം ഞാൻ അതേപോലെ ഒന്ന് മുട്ട ആദ്യമേ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് എള്ള്, അതേപോലെ വൈറ്റ് എള്ളും അതേപോലെ ബ്ലാക്ക് എള്ളും ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഓപ്ഷനിലാണ്, കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. കുറച്ച് ഒറിഗാനോ ഫ്ലേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. അതൊക്കെ ജസ്റ്റ് ഒരു ഓപ്ഷനിലാണ്. അപ്പോൾ അതും കൂടി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ മേലെ ഈ മുട്ടയുടെ മിക്സർ ഒന്നും കൂടി നന്നായി ഒന്ന് ബ്രഷ് ചെയ്യാം. ഇതിൻ്റെ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ആദ്യം ഞാൻ ബട്ടർ പേപ്പർ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓവൻ ഒരു 18 മിനിറ്റോളെങ്കിലും ഞാനൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബേക്ക് ചെയ്ത് ഒരു 15-20 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായി ഒന്ന് പൊങ്ങി വരും നമ്മളുടെ ബ്രെഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റി ആയ ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.